അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, സംഘടന തിന്മയാണ്, നമുക്കത് വേണ്ട എന്ന് പറഞ്ഞിട്ട് കാട് കയറി അത്തിക്കാട്ടിലേക്ക് പോയി. അവിടെ ഒരു കോളനി ഒക്കെ ഉണ്ടാക്കി അവസാനം അത് അവിടെ രൂക്ഷമായ പ്രശ്നം കാരണം അവിടുന്ന് ഈ പറയുന്ന സംഘടന തിന്മയാണെന്ന് പറഞ്ഞെടുത്തുനിന്ന് ഒക്കെ ആ തിന്മകളൊക്കെ ഒഴിവാക്കിയിട്ട് കാട് കയറിയതാ. അവിടെ ഒരു തിന്മയില്ലാത്ത നല്ല ഒരു കോളനി, ഇസ്ലാമിക് കോളനി ഉണ്ടാക്കിയെടുത്തതാണ്. അവിടെ നോക്കുമ്പോൾ അതിലേറെ വലിയ തിന്മ. അങ്ങനെ ആ തിന്മ രൂക്ഷമാവുകയും ആ രൂക്ഷമായിട്ട് പിന്നീട് അവിടുന്ന് അദ്ദേഹം ഇനി വീട്ടിലേക്ക് പോവാൻ, കാട്ടിൽ നിന്ന് പിന്നെ വീട്ടിലേക്ക്, ആ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഞാൻ ഇനി എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനില്ല. ഞാൻ ഖൽഖിൽ നിന്ന് മൻ അറാഹു അഹ്ലൻ ലിൽ മുശാവറ, അവരോട് ഞാൻ മുശാവറ നടത്തി, എൻ്റെ റബ്ബിനോട് ഞാൻ ഇസ്തിഖാറത്ത് നടത്തി, ഞാൻ ഇവിടെ വിട്ടു പോവുകയാണ്. എനിക്ക് പുറത്ത് എവിടെയെങ്ങാനും താമസിക്കാൻ നല്ല സൗകര്യം ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയി താമസിക്കുകയും അതിന് സൗകര്യമാകുന്ന ഉടനെ ഞാൻ ഇവിടെ നിന്ന് പുറത്തേക്ക് താമസം മാറ്റും. എൻ്റെ വീടും കാര്യങ്ങളൊക്കെ അതിന് ശേഷം സാവകാശം വേണ്ടത് ഞാൻ ചെയ്യും. എനിക്ക് പുറത്തേക്ക് പോകാൻ സാവകാശം കിട്ടുന്നതുവരെ ഇവിടെ ഞാനായി തുടങ്ങിയ ഒരു കാര്യവും ഇനി തുടരാൻ പറ്റാത്ത സ്ഥിതി ഉള്ളത് കൊണ്ട് ഫിത്നയെ ഭയപ്പെട്ട് അത് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതിലും ഫിത്ന വരികയാണെങ്കിൽ നമസ്കരിക്കാൻ ജമാഅത്തിന് പോലും പള്ളിയിലേക്ക് വരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് നമസ്കരിച്ച് വീട്ടിൽ കഴിച്ചുകൂട്ടും, ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല. അപ്പൊ ഈ രൂപത്തിൽ പള്ളിയും അതേപോലെ പിന്നെ ഒക്കെ വിട്ടിട്ട് ജമാഅത്തിന് പോലും ഞാൻ വരൂല, അത്രയും തിന്മ വർദ്ധിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വീട്ടിനകത്ത് ഒറ്റയ്ക്ക് കഴിയാൻ വേണ്ടി പോയ ആള് ഇപ്പൊ വീണ്ടും പുഷരെടുത്ത് താങ്ങി കൊടുത്ത് കൊണ്ടുവരികയാണ്. എന്നിട്ട് ഈ സംഘടന തിന്മയാണ്, അതിന് പിന്നെ ഷർത്തുണ്ട്, ആ ഷർത്തുകൾക്ക് അനുസരിച്ചാണ് സംഘടന ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിരുന്ന ആ ഷർത്തൊക്കെ ഇപ്പോൾ എവിടെ പോയി? വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നിടത്ത് ഈ ഷർത്തൊന്നും ആവശ്യമില്ല. സകല ആളുകളെയും വലിച്ചു കയറ്റിയിട്ട് സകല പിന്നെ പണ്ഡിതന്മാരെ തന്നെ വേണം ഈ മതം പ്രബോധനം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾക്ക് ഇപ്പോൾ പണ്ഡിതന്മാരും വേണ്ട, ആരും വേണ്ട, സകല ഖുറാഫിനെയും സകല ഗ്യാൻമാരെയും സകല പണ്ടനെയും അടകോളനെയും ഒക്കെ കൂട്ടി ചേർത്തിട്ട് ഒരേ ഒരു ഷർത്തേ ഉള്ളൂ, ഇസ്ലാമിക് ഓർഗനൈസേഷനെതിരിൽ എന്തെങ്കിലും പറയുക എങ്കിൽ അവർക്ക് അവിടെ നിലനിൽക്കാം എന്നുള്ളിടത്തേക്ക് ഈ ആളുകൾ അധപ്പതിച്ചു പോയി എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് നമ്മളിപ്പോൾ ഈ കുറഞ്ഞ ദിവസങ്ങളായി ഗ്രൂപ്പിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ സുബൈരിയത്ത് ചിന്താഗതി, വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത ഒരു വിഭാഗം, സംഘടന തിന്മയാണെന്ന് പറഞ്ഞ് സംഘടന ഇല്ലാത്ത ഒരു കോളനി ഉണ്ടാക്കാൻ പോയി, അവിടെ അത് പിടിച്ച് സമർത്ഥിക്കാൻ കഴിയാതെ, അവിടെ സ്ഥാപിക്കാൻ കഴിയാതെ അവിടുന്ന് തല്ലിപ്പിരിഞ്ഞ് അവസാനം വീണ്ടും വീട്ടിലേക്ക് പോയി, വീട്ടിലും പൊറുതിമുട്ടിയിട്ടാണോ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഇവർ ഇറങ്ങിയത് എന്ന് നമുക്കറിയില്ല. ഏതായിരുന്നാലും ഇവരുടെയൊക്കെ വീട്ടിലെയും നാട്ടിലെയും പിന്നെ കാട്ടിലെയും ഒക്കെ ജീവിതം വളരെ പരിതാപകരമാണ് എന്നത് തെളിയിച്ചവരാണ് ഇവർ എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഇപ്പോഴും ഒരു പൊരുത്തമില്ല. ഇത് പൊരുത്തമില്ലെന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് ഞാൻ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളത് ബോധ്യപ്പെടുത്തി തരാം. അതെന്താണെന്ന് വെച്ചാൽ സുബൈർ മങ്കട ഒരു പുസ്തകം എഴുതി, അരുതുകൂട്ടരെ ഇത് ജിന്ന് സേവയാണ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം. ആ പുസ്തകം എഴുതി അത് വ്യാപകമായി ഒരു പ്രചരിച്ചപ്പോൾ ഈ പറയുന്ന കാര്യം സുബൈർ മങ്കട മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വോയിസിൽ അദ്ദേഹം സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകൾ പിന്നെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. അപ്പോ അദ്ദേഹം ഇതേ ജിന്ന് സേവയാണ് എന്ന് എന്തിനെ പറ്റിയാണോ സുബൈർ മങ്കട പുസ്തകത്തിലൂടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്, അതേ ജിന്ന് സേവകനായിരുന്നു വാസ്തവത്തിൽ ഈ സുബൈർ മങ്കട. എന്നാൽ ആ സുബൈർ മങ്കട അത് തിരുത്തിയിട്ടുണ്ടോ, അത് എവിടെ തിരുത്തി, എപ്പോഴാണ് തിരുത്തിയത് എന്ന് നമ്മുടെ ഒരു പ്രവർത്തകൻ ഇവരോട് ചോദിക്കുമ്പോൾ ഇവരുടെ ഇഷ്ടത്തോയൻ, സുബൈർ മങ്കടയുടെ ഇഷ്ടത്തോയനായിട്ടുള്ള ബുഷൈർ സാഹിബ് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. യാസറേ, ഇത് ആദ്യം പറഞ്ഞതാണ്, അത് മാറ്റി ഹിദായത്തല്ല, അതാണ്. അള്ളാഹുവിനോട് നിങ്ങള് ഇഖ്ലാസോട് കൂടി ചോദിച്ചാൽ അള്ളാഹ് ഹിദായത്ത് തരും, മനസ്സിലായില്ലേ? അതിന്റെ ശേഷം അത് അനൗൺസ് ചെയ്ത് ആ പുസ്തകമാണ് അതിന്റെ അറബി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കേട്ടില്ലേ സഹോദരന്മാരെ, ഈ സുബൈർ മങ്കടക്ക് ഈ അടുത്ത കാലത്താണ് ഹിദായത്ത് കിട്ടിയത്. അദ്ദേഹം വഴികേടിലായിരുന്നു, അദ്ദേഹം ശിർക്കിലായിരുന്നു. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈന്റെ ആശയവും അർത്ഥവും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു, അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെയാണത്ര ഇദ്ദേഹം ഇത്രയും കാലം ദീനീ പ്രബോധന രംഗത്ത് ക്ഷോഭിച്ചത്.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ സഹോദരന്മാരെ, ഷിർക്ക് പറഞ്ഞുകൊണ്ടായിരുന്നു ആ സുബൈർ മങ്കട ഇത്രയും കാലം ദീനി രംഗത്ത് നിലനിന്നിരുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ ബുഷീറിന് എന്താ പറഞ്ഞുകൂടാൻ പാടില്ലാത്തത്? ഇദ്ദേഹം സുബൈർ മങ്കട പറയാത്തതും സുബൈർ മങ്കടന്റെ പേരിൽ ഇദ്ദേഹം കെട്ടിച്ചമക്കുകയാണ്. അങ്ങനെ സുബൈർ മങ്കട എവിടെയാണ് ഒരു അനൗൺസ്മെന്റ് നടത്തിയത്? എന്ത് അദ്ദേഹം വൈരുദ്ധ്യം പറയുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇദ്ദേഹം എനിക്ക് അങ്ങനെ ഒരു തെറ്റുപറ്റി, ഞാൻ അങ്ങനെ അബദ്ധം പറഞ്ഞുപോയി, ഞാൻ ഇങ്ങനെ ഫൈസൽ മൗലവിയിൽ നിന്ന് ഇങ്ങനെ പഠിച്ചുപോയി, അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിയാക്കന്മാരുടെ നിന്ന് എന്റെ ഗുരുക്കളിൽ നിന്ന് ഇങ്ങനെ പഠിച്ചുപോയി എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ ബഷീർ സാഹിബെ? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കളവ് പറയുന്നത്, ആളുകളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നത്? അതുകൊണ്ട് ഇവിടെ കൃത്യമായി ഈ സുബൈർ മങ്കട എന്താണ്, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത് എന്ന് ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് വരാം. അതിനു മുമ്പ് സുബൈർ മങ്കട എന്തായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് എന്ന് നമ്മളൊന്ന് സാന്ദർഭികമായി കേൾക്കുന്നത് നല്ലതാണ്. അതിനുശേഷം ഞാൻ ഇൻഷാ അല്ലാ ഈ ബുഷീർ സാഹിബ് തൗബ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. അതും ആ പുസ്തകത്തിലെ തൗബയും തമ്മിലുള്ള വൈരുദ്ധ്യം നമുക്കൊന്ന് കേൾക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ അതിലേക്ക് ഞാൻ വരാം. മൂന്നാമത്തത്, ഇവിടെ യാതൊരാളുള്ള എന്ന് പറഞ്ഞാൽ അവിടെ ജിന്നാണെങ്കിലും ശരി, മനുഷ്യനാണെങ്കിലും ശരി, കാണുന്ന ആളാണെങ്കിലും ശരി, കാണാത്ത ആളാണെങ്കിലും ശരി, അതിന് ശിർക്കിന് സാധ്യതയില്ല. ശിർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായാത്മക നടക്കുന്നത് അള്ളാഹു മാത്രം കഴിയുന്ന കാര്യം അവന്റെ ഭക്തர்களോട് ചോദിക്കുമ്പോൾ മാത്രമാണ്. ഇത് അള്ളാഹു മാത്രം കഴിയുന്ന കാര്യമല്ലല്ലോ. എത്ര വ്യക്തമായിട്ടാണ് സുബൈർ മങ്കട അന്ന് ഈ വിഷയം സംസാരിച്ചത്. നിങ്ങൾ എല്ലാവരും കേട്ടില്ല. ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ആരും സംസാരിച്ചത് ഞാൻ കേട്ടിട്ടില്ല. വളരെ വ്യക്തമായിട്ട് അവിടെ മനുഷ്യനാണെങ്കിലും ശരി, ജിന്നാണെങ്കിലും ശരി, കാണുന്ന ആളാണെങ്കിലും ശരി, കാണാത്ത ആളാണെങ്കിലും ശരി, അവിടെ ഷിർക്കിനൊരു സാധ്യതയില്ല. അത്രേ. ഒന്ന് ആലോചിച്ച് നോക്കണേ. എന്താണ് ഷിർക്കാവുന്നത്? എപ്പോഴാണ് ഷിർക്കാവുന്നത്? ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യം പടപ്പുകളോട് ചോദിക്കുമ്പോഴാണ് അത് അള്ളാഹുൽ പങ്കു ചേർക്കലാകുന്നത്. ഇത് അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യമല്ലല്ലോ. ആരാ പറയുന്നത്? സുബൈർ മങ്കട. എന്നിട്ട് ഇപ്പൊ ഇത് അദ്ദേഹം തിരുത്തി അത്ര. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ അഖീദ തിരുത്തി അവന്റെ കഥ കഴിഞ്ഞില്ലേ? കാരണം അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യം അത് പടപ്പുകളോട് ചോദിക്കുന്നതാണ് ഷിർക്ക് എന്ന് പഠിപ്പിച്ച സുബൈർ മങ്കട അത് തിരുത്തിയിട്ട് വിശ്വസിക്കുന്നത് എന്താണ്? ഇന്ന് ബുഷീറൊക്കെ പറയുന്നത് പോലെ ഒരു സൃഷ്ടിക്ക് കഴിയുന്ന കാര്യം മറ്റൊരു സൃഷ്ടിയോട് ചോദിക്കുന്നതാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കൽ. ഒരു സൃഷ്ടിക്ക് കഴിയുന്ന കാര്യം മറ്റൊരു സൃഷ്ടിയോട് ചോദിച്ചാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കലായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇവരുടെ തൗഹീദിന്റെ കോലം. ഇത് സുബൈർ മങ്കട പറഞ്ഞു അത്രേ. ഇതിന്റെ വൈരുദ്ധ്യം കുറെ പറയുന്നുണ്ട്. ഇത് സബബാക്കാത്തത്, അത് സബബാക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് പല ന്യായങ്ങളും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ വേറെ വിഷയം. ഇത് ഞാനിങ്ങനെ അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് അള്ളാഹുൽ സൃഷ്ടികളോട് ചോദിക്കുമ്പോഴാണ് അള്ളാഹുൽ പങ്കു ചേർക്കൽ എന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് പറ്റിയ അബദ്ധമാകുന്നു, അത് തൗഹീദിന് വിരുദ്ധമാകുന്നു, അത് ശിർക്കാകുന്നു എന്ന് സുബൈർ മങ്കട പറഞ്ഞ് തിരുത്തിയത് എവിടെ എന്നാണ് നമ്മുടെ ചോദ്യം. അത് നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ അതിന് തെളിവ് ഹാജരാക്കൂ എന്നാണ് നമുക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഇനി അങ്ങനെ അദ്ദേഹത്തിന് അബദ്ധം പറ്റി എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ആ അബദ്ധം പറ്റിയത് അത് തിരുത്തേണ്ടത് എങ്ങനെയാണെന്ന് ബുഷീർ സാഹിബ് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ബുഷീർ സാഹിബ് പറയുന്നത് അങ്ങനെ പരസ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, പരസ്യമായി പറയേണ്ടതില്ല. അത് ഷിർക്കാണ്. ആദ്യം ഇവരെ കടത്തിക്കൂട്ടിയ ശുഭയാണ്. ഇവരെ ഫിത്ന കാരണം എന്നൊരു പറച്ചിലാണത്. അത് ഏതൊരാൾക്കാർക്കും പറഞ്ഞു പോകും. ഇത്ര ആൾക്കാർ കൽപ്പിച്ചുകൂട്ടി ഇങ്ങനെ ഷിർക്കല്ലാതാക്കാൻ വേണ്ടി നടക്കുന്നവരുണ്ടാവും ആരും വിചാരിക്കൂല. മനസ്സിലായില്ലേ? ഇത് ഷിർക്കാണെന്ന് പറഞ്ഞത് സുബൈർ മങ്കട അന്ന് പറഞ്ഞത് ഷിർക്കാണെന്നാണ് ഇപ്പൊ ഈ ബുഷീർ പറയുന്നത്. കാരണം എന്താണ്? അത് അന്ന് ഇവരൊക്കെ ഉണ്ടാക്കിയ ശുഭ ആരുണ്ടാക്കിയ ഫൈസൽ മൗലവി ഉണ്ടാക്കി പഠിപ്പിച്ചെടുത്ത ഈ ഫൈസൽ മൗലവി സുബൈർ മങ്കടന്റെ ഉസ്താദായിട്ട് എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നോ? എവിടുന്നാണ് സുബൈർ മങ്കട അങ്ങനെ മനസ്സിലാക്കുകയും പറയുകയും ചെയ്തത്? അപ്പോൾ ആരുണ്ടാക്കിയ ശുഭയാണത്? അപ്പൊ ആരായിരുന്നു അന്ന് സുബൈർ മങ്കടന്റെ ഉസ്താദ്? അദ്ദേഹം എവിടുന്ന ദീന് പഠിച്ചത്? അദ്ദേഹത്തിന് ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു വകതിരിവോ ഒരു കോമൺ സെൻസോ ഒരു തൗഹീദിന്റെ ബാലപാഠം പഠിച്ച ഒരു കുട്ടി പോലും ആയിരുന്നില്ലേ ഇദ്ദേഹം അങ്ങനെ ആയിരുന്നു അത്രയും കാലം വരെ? അങ്ങനെ അബദ്ധം പറ്റുന്നൊരു വിഷയമാണോ തൗഹീദിന്റെ വിഷയം? അങ്ങനെ പറ്റാവുന്നൊരു വിഷയമാണോ? മുജാഹിദ് പ്രസ്ഥാനം ഒരു 100 നൂറ്റാണ്ട് കാലം പ്രബോധനം ചെയ്തിട്ട് ഈ സുബൈർ മങ്കട പോലുള്ള ആളുകൾ തൗഹീദിൽ പഴച്ചുപോയി എന്ന് പറയാൻ, ഒരു ഉറപ്പില്ലാതെ പറയാൻ ബുഷീർ സാഹിബ് നിങ്ങൾക്കല്ലാണ്ട് സാധിക്കുമോ? അപ്പൊ അത് വാസ്തവത്തിൽ അതിലൊരു ശുർക്കുമില്ല, ഒരു അബദ്ധമില്ല. അത് വളരെ പെർഫെക്റ്റ് ആണ്. അതാണ് യഥാർത്ഥ തൗഹീദും. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ അബദ്ധം പിണഞ്ഞിട്ടുണ്ട്
ഇനി നിങ്ങൾക്ക് അബദ്ധം പിണഞ്ഞത് എന്താണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് അതൊരു വിശദമായി നമുക്കത് വിശദീകരിക്കാം. പക്ഷേ ഇപ്പൊ നമ്മളിവിടെ വിശദീകരിക്കുന്നത്, നിങ്ങൾ ഇവിടെ സുബൈർ മങ്കട തൗബ ചെയ്തിട്ടുണ്ടെന്നും അത് പരസ്യപ്പെടുത്തേണ്ടതില്ലെന്നും ആ രൂപത്തിൽ സംസാരിച്ച ആ ഭാഗം നമ്മളൊന്ന് കേട്ടതിന് ശേഷം സുബൈർ മങ്കട തന്നെ എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അബദ്ധത്തിൽ പറഞ്ഞു പോയില്ലെങ്കിൽ തൗബ ചെയ്ത് മടങ്ങുക. തൗബ പരസ്യമായിട്ട് ചെയ്യണമെന്നില്ല, അത് എഴുതിയാൽ മതി. പിന്നെ തൗബ ചെയ്തെന്ന് പറയും വേണ്ട, നിങ്ങൾ യഥാർത്ഥ തൗഹീദ് പ്രചരിപ്പിച്ചാൽ മതി. അപ്പൊ തൗബ ചെയ്യുന്ന രീതിയാണ് ഇപ്പൊ ബുഷീർ സാഹിബ് പറഞ്ഞത്. പരസ്യപ്പെടുത്തണം എന്നില്ല, നിങ്ങൾ തൗഹീദ് ഇങ്ങനെ പറഞ്ഞാൽ മതി, അത് പരസ്യപ്പെടുത്തി പറയണം എന്നില്ല, തൗബ ചെയ്തു തന്നെ പറയണം എന്നില്ല എന്നാണ്. ഈ കുറുക്ക് വഴി പോരാ എന്നാണ് സുബൈർ മങ്കടന്റെ പുസ്തകത്തിൽ പശ്ചാത്താപം എങ്ങനെ എന്ന ഹെഡിങ്ങിൽ കൊടുക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ബുഷീർ സാഹിബും വാന്റെ വർത്തമാനവും അതേപോലെ സുബൈർ മങ്കടെ പുസ്തകവും തമ്മിൽ അജഗജാന്തരം 2 ഡയറക്ഷനിലാണ് പോണത്. ഇദ്ദേഹം പറഞ്ഞ് പരസ്യപ്പെടുത്തണ്ട, അങ്ങനെ പരസ്യപ്പെടുത്തി പറയണ്ട എന്നാണ്. എന്നാൽ പുസ്തകത്തിൽ എന്താ ഉള്ളത്? സുബൈർ മങ്കട പറയുന്ന പുസ്തകത്തില് അപകടകരമായ ഈ ജിന്നുവാദത്തിനുള്ള പരിഹാരം അഹങ്കാരവും കുറുക്കു വഴികളും ഒഴിവാക്കി ശരിയാവണ്ണം തൗബ ചെയ്യുക എന്നത് മാത്രമാണ്. മതപരമായ കാര്യങ്ങളിൽ അപനിർമ്മിതങ്ങൾ ഉണ്ടാക്കി അതിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച് നിരവധി ആളുകളുടെ മനസ്സിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച് പിന്നീട് സത്യത്തിലേക്ക് മടങ്ങാൻ ഉദ്ദേശിച്ചാൽ അറബിക്കടലിലേക്ക് നോക്കി ഞങ്ങൾക്ക് അങ്ങനെ വാദമില്ല എന്ന് വിളിച്ചു പറഞ്ഞാൽ അത് തൗബയാവില്ല. അനസ് മുസ്ലിയാരുടെ തൗബ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതിനെക്കുറിച്ചാണ് അത് ഇദ്ദേഹം ഇവിടെ വ്യംഗ്യമായി സൂചിപ്പിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. അല്ലെങ്കിൽ ഞാൻ എവിടെ പറഞ്ഞു, എപ്പോൾ പറഞ്ഞു എന്നിങ്ങനെ ഭീഷണി മുഴക്കിയത് കൊണ്ടുമായില്ല. കണ്ടില്ലേ? ഇത് അനസ് മുസ്ലിയാരുടെ തൗബനെ പറ്റിയാണ് ഇദ്ദേഹം ഈ പറയുന്നത്. ഇത്തരം കാര്യങ്ങളിൽ സത്യസന്ധമായ തൗബ എങ്ങനെയാണെന്ന് ഒരു ഉദാഹരണ സഹിതം വ്യക്തമാക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്. അപ്പോൾ ഇമാം അഹമ്മദ് റഹിമഹുല്ല പറഞ്ഞത്, അദ്ദേഹത്തിൽ നിന്ന് അള്ളാഹു അത് സ്വീകരിക്കണമെങ്കിൽ അദ്ദേഹം തന്റെ തൗബ പരസ്യപ്പെടുത്തണം. ഒന്നാമത്തെ പോയിന്റ്, ഒന്നാമത്തെ ബുള്ളറ്റ് ഇട്ട് കൊടുക്കാണ്. ഇങ്ങനെ പണ്ഡിതന്മാര് മുമ്പ് ഇതേപോലെ എന്തെങ്കിലും അബദ്ധം പറഞ്ഞിട്ട് അത് തിരുത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കിയതിന് ശേഷം തൗബ ചെയ്ത് മടങ്ങുമ്പോൾ യഥാർത്ഥ തൗബ എങ്ങനെയായിരിക്കണം? ബുഷീർ സാഹിബ് പറയുന്നത് പരസ്യപ്പെടുത്തണ്ട, അങ്ങനെ പരസ്യപ്പെടുത്തി തൗബ ചെയ്തൊന്നും പറയണ്ട. എന്നാൽ സുബൈർ മങ്കട പറയുന്നതോ അദ്ദേഹം തന്റെ തൗബ പരസ്യപ്പെടുത്തണം എന്നാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കൊടുത്തത്. തന്റെ വാദഗതി ഉപേക്ഷിച്ച് മടങ്ങിയ കാര്യം അദ്ദേഹം വെളിപ്പെടുത്തണം. മുണ്ടാതെക്കാൻ പറ്റൂല, അത് ഉള്ളിൽ ഒതുക്കാൻ പറ്റൂല, വെളിപ്പെടുത്തി പറയണം. ഇന്നതൊക്കെയാണ് ഞാൻ തെറ്റായ വാദഗതി പറഞ്ഞിരുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. കേട്ടില്ലേ? ബുഷീർ സാഹിബെ, നിങ്ങൾ ഇവിടെ ആരെയാണ് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട് തൗഹീദും ശിർക്കിലും ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ട് പിന്നീട് അത് പതുക്കനെ മാറ്റി വൈരുദ്ധ്യം പറയാന്നല്ലാതെ തൗബ ചെയ്യണമെങ്കിൽ, കൃത്യമായ തൗബയാകണമെങ്കിൽ സുബൈർ മങ്കട വെച്ച ഈ മാനദണ്ഡം പോലും അംഗീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നല്ല നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നല്ലേ അതിന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ഉസ്താദ് ഇതുപോലെ തിരുത്തിയിട്ടുണ്ടോ? ഈ അനസ് മുസ്ലിയാരോട് ഇങ്ങനെ തിരുത്തണം എന്ന് പറയുന്ന സുബൈർ മങ്കടക്ക് പറ്റിയ തെറ്റ് ഇതുപോലെ തിരുത്താൻ ആർജവമുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ തന്റെ വാദഗതി ഉപേക്ഷിച്ചു മടങ്ങിയ കാര്യം അദ്ദേഹം വെളിപ്പെടുത്തണം. ഇന്നതൊക്കെയാണ് ഞാൻ തെറ്റായ വാദഗതിയായി പറഞ്ഞിരുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. തന്റെ ആ വാദമുഖങ്ങളിൽ നിന്ന് താൻ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹം അറിയിക്കുകയും വേണം. ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം ചെയ്താൽ മാത്രമേ തൗബ സ്വീകരിക്കപ്പെടുകയുള്ളൂ. പിന്നീട് ഇമാം അഹമ്മദ് റഹിമഹുല്ല ബഖറ 160-ാം സൂക്തം പാരായണം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ വിശദീകരിച്ചു പോവാണ്. അപ്പൊ സഹോദരന്മാരെ, ഇവിടെ ഇവരുടെ വാക്കും പ്രവൃത്തിയും ഒന്നും തമ്മിൽ പരസ്പരം പൊരുത്തമില്ല എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ലിമ തഖൂന മാ ലാ തഫ്അലൂൻ എന്ന് പറഞ്ഞിട്ടില്ലേ? ആ ആളുകളാണ് ഇവർ. വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ. ആളുകൾക്കിടയിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കി, ആശയക്കുഴപ്പമുണ്ടാക്കി, യഥാർത്ഥ തൗഹീദിനെ വളച്ചൊടിച്ച് കോട്ടിമാറ്റി ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച് ആളുകളെ പുറകോട്ട് പിടിച്ചു വലിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി നമുക്കിവിടെ ബോധ്യപ്പെടുകയാണ്.